ഓക്കെ. ഇത് നമ്മുടെ സർക്കുലർ ട്രാക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എയും ബിയും ഒരു ഓട്ട മത്സരത്തിലാണ്. 18 കിലോമീറ്റർ ഉള്ളൊരു ഓട്ട മത്സരത്തിലാണ്. അതിൽ ഒരു ട്രാക്കിന്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 ആണ്. അതായത് ഒരു റൗണ്ടിന്റെ ലെങ്ത് 800 ആണ്. അത് എക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 200 സെക്കൻഡും ബിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 250 സെക്കൻഡും എടുക്കുന്നു. അതായത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എക്കാണ് സ്പീഡ് കൂടുതൽ. കാരണം അവൻ ഒരു റൗണ്ട് 200 സെക്കൻഡിൽ ഓടിക്കഴിഞ്ഞാൽ അവനാണ് സ്പീഡ് കൂടുതൽ. ഓക്കെ. അപ്പോൾ എ ആയിരിക്കും ഈ ഒരു റേസ് ആദ്യം ഫിനിഷ് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ. അപ്പോൾ എന്റെ സ്പീഡും ബിന്റെ സ്പീഡും നമ്മൾ ചുമ്മാ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു. 800/200 ഇതാണ് എന്റെ സ്പീഡ്. ഞാൻ അങ്ങോട്ടേക്ക് കൺവേർഷൻ ചെയ്യാൻ പോകുന്നില്ല. 4 സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും, കുഴപ്പമില്ല. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബിന്റെ സ്പീഡാണെങ്കിൽ 800/250 ഇതായിരിക്കും ബിന്റെ സ്പീഡ് വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു എ ആയിരിക്കും ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. നമുക്ക് ഇനി എ എത്ര ടൈം കൊണ്ട് ഈ ഒരു റേസ് ഫിനിഷ് ചെയ്യുമെന്ന് ജസ്റ്റ് നോക്കാം. 18 കിലോമീറ്റർ ആണ്. അവന് ഒരു മീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് 4 സെക്കൻഡ് മതി. അതായത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവൻ്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ 180/20 അല്ലേ? അതായത് 45:00 4500 സെക്കൻഡ് കൊണ്ടായിരിക്കും നമ്മുടെ എ റേസ് ഫിനിഷ് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും 4500ക്കാളും താഴെയാണ്. അത് ചുമ്മാ തന്നതൊന്നുമല്ല. ഇതുകൊണ്ടാണ്. അതായത് എ ഫിനിഷ് ചെയ്യും. ഇനി ഇവരിപ്പോൾ ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം എപ്പോൾ മീറ്റ് ചെയ്യുന്നത് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ. അതിന് നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന കേസിൽ ലെങ്ത് ഓഫ് ട്രാക്ക് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എടുക്കും. ഓക്കെ. ഇതാണ് ലെങ്ത് ഓഫ് ട്രാക്ക്. ആദ്യത്തവൻ്റെ സ്പീഡ് ഇതാണ്, രണ്ടാമത്തവൻ്റെ സ്പീഡ് ഇതാണ്. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് 800 കളയാം. ഓക്കെ. 800 കളഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 250 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 50 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ. 50 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ഇവിടുന്ന് കളഞ്ഞു കഴിഞ്ഞാൽ 5. അതായത് ഓരോ 1000 സെക്കൻഡ് കഴിയും തോറും അവർ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ 1000 സെക്കൻഡ് കഴിയും തോറും അവർ മീറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത് മീറ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? 2000-ൽ. മൂന്നാമത് മീറ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? 3000-ൽ. നാലാമത് മീറ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? 4000-ൽ. അഞ്ചാമത് മീറ്റ് ചെയ്യുന്ന ഉണ്ടോ? ഇല്ല. അഞ്ചാമത് മീറ്റ് ചെയ്യുന്ന ഇല്ല. കാരണം എന്താണ്? ഓൾറെഡി അവിടെ എ ഫിനിഷ് ചെയ്തിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ എന്താണ്? നമുക്ക് ഈ 1000-ന്റെ മൾട്ടിപ്പിൾ ബിലോ 4500. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 4000 സെക്കൻഡ് ആയിരിക്കും ഫൈനൽ ആൻസർ. സോ ഇതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്.